प्यारे छात्रों नमस्कार। आज हम 7वीं कक्षा का ज़रूरी खुराक नामक बाल एकांगी पढ़े। इस एकांगी का लेखक है बलराम अग्रवाल। समाज में रहने वाले मनुष्य को आपस में विचार विनिमय करने के लिए अनेक साधन हैं। ऐसे साधनों में प्रमुख है टेलीविज़न, रेडियो, टेलीफोन, समाचार पत्र आदि। इसका सच्चा उपयोग मानव राशि का वरदान है। ज्ञान विज्ञान के क्षेत्र में मनुष्य हमेशा अग्रसर होते हैं। इस समय हमें प्रकृति को मत भूलना चाहिए। समाज में परस्पर सहयोग के साथ जीने को उद्बोधित करने का एक इकाई है तीसरा इकाई। इस इकाई का पहला पाठ है ज़रूरी खुराक। यह एक बाल एकांगी है। इस एकांगी का रचयिता बलराम अग्रवाल है। मनुष्य हमेशा टेलीविज़न में अनेक प्रकार के कार्यक्रम देखते हैं, लेकिन मनोरंजन का कार्यक्रम देखना सब लोग पसंद करते हैं। लेकिन इसके साथ साथ देश के कोने कोने में होने वाले या दुनिया के सब कोने में होने वाले बातें जानने के लिए न्यूज़ चैनल भी देखना चाहिए। इसको उद्बोधित करने वाले एक एकांगी है यह। മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ് അല്ല, സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ പരസ്പരം ആശയവിനിമയം നടത്താനായിട്ട് പല ഉപാധികളും ഇന്ന് നിലവിലുണ്ട് അല്ലേ. അത്തരത്തിലുള്ള മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ടവയാണ് ഇതൊക്കെ ടി വി, റേഡിയോ, ന്യൂസ് പേപ്പർ, ഇൻ്റർനെറ്റ് മുതലായവ. എന്നാൽ ഇതിൻ്റെ നല്ല ഉപയോഗം മനുഷ്യന് വരദാനമാണ്. അതായത് ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലെ നമ്മളെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മൾ ഒരിക്കലും പ്രകൃതിയെ മറക്കാൻ പാടില്ല. അപ്പോൾ പരസ്പരം സഹയോഗത്തോടുകൂടി അല്ല സഹകരണത്തോടുകൂടി ജീവിക്കണം എന്ന് ഉത്ബോധിപ്പിക്കുന്ന ഒരു യൂണിറ്റാണ് 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ 3ാമത്തെ യൂണിറ്റ്. ഇതിലുള്ള ആദ്യത്തെ പാഠഭാഗമാണ് ज़रूरी ഖുറാക്ക് എന്നു പേരുള്ള ഏകാംഗി. ഈ ഏകാംഗിയിലെ ബലറാം അഗ്രവാൾ നമ്മൾ എന്താണ് ഉദ്ബോധിപ്പിക്കുന്നത്? ടി വിയിലെ നമുക്ക് ധാരാളം തരത്തിലുള്ള കാര്യക്രം അല്ലെ പരിപാടികൾ കാണാനായിട്ടുണ്ട്. എന്നാൽ മിക്ക ആളുകളും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മനോരഞ്ജൻ കെ കാര്യക്രം ഹോത്തെ ഹേ. മനോരഞ്ജൻ എന്താണ്? എൻ്റർടൈൻമെൻറ്റ് അല്ലെ. എൻ്റർടൈൻമെൻറ്റിനുള്ള പരിപാടികളാണ് നമ്മൾ മിക്കവാറും ഇഷ്ടപ്പെടുന്നത്. इसके साथ साथ हमें देश के कोने कोने में होने वाले घटनाओं के बारे में जानना भी आवश्यक है. അപ്പോൾ ഇതോടൊപ്പം തന്നെ നമ്മൾ രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും നടക്കുന്ന സംഭവങ്ങളും അറിയേണ്ടത് എന്താണ്? അത്യാവശ്യമാണ്. इसके लिए क्या करना चाहिए? ന്യൂസ് ചാനൽ भी देखना चाहिए. ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ന്യൂസ് ചാനലും കാണണം. ये उद्बोधित करने के लिए है ये बाल एकांगी. അപ്പോൾ ഇത് നമ്മളെ ഉദ്ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ബലറാം അഗ്രവാളിൻ്റെ ഈ ഒരു ഏകാംഗിയുടെ തന്നിരിക്കുന്നത്. ഏകാംഗിക്ക് ഓർ ദേഖിയ. ज़रूरी ഖുറാക്ക്. ज़रूरी ഖുറാക്ക് പറയുന്നത് ज़रूरी നെസസറി ഖുറാക്ക് എ ഡോസ് ഓഫ് മെഡിസിൻ. ഒരു അളവാണ്, മെഡിസിൻ്റെ ഒരു അളവ്. प्रिय दर्शकों, कक्षा 7वीं द्वारा प्रस्तुत कर लिया जा रहा है बलराम अग्रवाल का बाल एकांगी ज़रूरी खुराक. ചിത്രം में क्या क्या हो रहे हैं? ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ആ ചിത്രത്തിൽ നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത്? ചിത്ര में एक कमरा है. कमरे में एक टीवी है और सोफे पर एक लड़का और एक लड़की है. ऐसा लगता है वे टीवी देख रहे हैं. और एक लड़का है, वो मेज़ पर जो रिमोट है इस रिमोट के द्वारा ചാനൽ बदलने का कोशिश करते हैं. ഇത്രയാണ് നമ്മൾ ഈ ഒരു ചിത്രത്തിൽ കാണുന്നത്. इस एकांगी का पात्र कौन कौन है? लड़का एक, लड़की एक,
ലഡ്കാ ദോ, ലഡ്കി ദോ, മമ്മി പപ്പ. ഇത്രയാണ് ഈ ഒരു വൺ ആക്ട് പ്ലേയിലുള്ള കഥാപാത്രങ്ങൾ. घर के ड्राइंग रूम में बैठे अंकित और शिवानी टेलीविज़न में कोई कार्यक्रम देख रहे हैं. बाहर से शुभम आता है और मेज पर से रिमोट उठाकर टेलीविज़न का चैनल बदलने लगता है. अंकित और शिवानी उस पर चिल्ला उठते हैं. അതായത് നമ്മുടെയൊക്കെ വീടുകളിലെ മിക്കവാറും ഉണ്ടാകുന്നൊരു സംഭവമാണിത് അല്ലേ. നമ്മൾ എന്തെങ്കിലും ടി വി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ ആരെങ്കിലും വന്നിട്ട് ചാനൽ മാറ്റിക്കഴിഞ്ഞാൽ നമുക്കെന്താണ് ഭയങ്കരമായ ദേഷ്യം ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ളൊരു സംഭവമാണ് ഇവിടെ കാണിക്കുന്നത്. घर के ड्राइंग रूम में बैठे अंकित और शिवानी ടെലിവിഷൻ में कोई कार्यक्रम देख रहे हैं. വീട്ടിലെ ഡ്രോയിങ് റൂമിലിരുന്നിട്ട് അങ്കിതും ശിവാനിയും ടെലിവിഷനിൽ എന്തോ ഒരു പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. बाहर से शुभम आता है और मेज पर से रिमोट उठाकर ടെലിവിഷൻ का ചാനൽ बदलने लगता है. അപ്പോൾ പുറത്ത് നിന്ന് ശുഭം എന്നു പേരുള്ള അവരുടെ എൽഡർ ബ്രദറാണെന്ന് തോന്നുന്നു, അവനെത്തുന്നു അല്ലേ. ശുഭം ആത്താ ഹേ അല്ല, എൽഡർ ബ്രദറാണ് ആര്, ശുഭം. और मेज पर से रिमोट उठाकर टेलीविज़न का चैनल बदलने लगता है. അങ്ങനെ മേശപ്പുറത്ത് നിന്ന് റിമോട്ട് എടുത്തിട്ട് ടെലിവിഷൻ ചാനൽ മാറ്റാൻ തുടങ്ങുകയാണ് അവൻ. അങ്കിത് और ശിവാനി उस पर चिल्ला उड़ते हैं. അപ്പോഴേക്കും അങ്കിതും ശിവാനിയും അവനെ എന്താണ് ഉച്ചത്തിൽ വിളിച്ചവന് നേരെ അടുക്കുകയാണ് അല്ലേ. അങ്കിത് और ശിവാനി एक साथ चीखते हैं അല്ലേ, ഒച്ചത്തിൽ ഷൗട്ട് ചെയ്യുകയാണ്. ശുഭം, എന്താ അവർ വിളിച്ചത്, ശുഭം വിളിച്ചു. ശുഭം. क्या हुआ शिवानी, हुआ तेरा सिर. हम दो लोग जब पहले से ही टॉम एंड जेरी देख रहे हैं तो तू चैनल क्यों बदल रहा है. शुभम, इसलिए कि तुम लोगों को कभी कभी यह भी जान लेना चाहिए कि बाकी दुनिया में क्या क्या हो रहे हैं. अंकित, उन सब के लिए तू तो है ना मेरे भाई, तू अखबार पढ़कर हमें बता दिया कर. शिवानी, हाँ, और अब अच्छे बच्चे की तरह टॉम एंड जेरी लगा दे या रिमोट हमें पकड़ा और बाहर का रास्ता नाप. शुभम, कभी कभी न्यूज़ या डिस्कवरी दूसरे चैनल भी देखते रहना चाहिए. अंकित, दूसरे चैनल माई फुट लिखाई पढ़ाई के थके मेरे दिमाग को टॉम एंड जेरी की या कार्टून चैनल के अलावा दूसरा कुछ चाहिए ही नहीं. शुभम, यानी कि तुम्हें उस खुराक की ज़रूरत है जो पापा ने कल मम्मी को पिलाई थी. ड्राइंग रूम में बैठकर शिवानी और उसका भाई अंकित दोनों टेलीविज़न में एक कार्यक्रम देख रहे हैं. उस समय शुभम आता है और क्या कर रहा है, चैनल बदलने का कोशिश करता है. उस समय दोनों बच्चे एक साथ चीख उड़ता है. शुभम, शुभम, क्या हुआ അല്ലേ, എന്താ പറ്റിയത്. ശിവാനി, हुआ तेरा सिर. हम दो लोग जब पहले से ही टॉम एंड जेरी देख रहे हैं तो तू चैनल क्यों बदल रहा है. അപ്പം ശിവാനിക്ക് ദേഷ്യം കൊണ്ട് വിറക്കുകയാണ്. ശിവാനി പറയാണ് ഹുവാ തെരാ സിർ, എന്താ ഉണ്ടായത്, നിൻ്റെ തല അല്ലേ. ഹം ദോ ലോഗ് ജബ് പഹലെ സെ ഹി ടോം ആൻഡ് ജെറി ദേഖ് രഹേ ഹേ അല്ലേ. ഞങ്ങൾ എന്താണ് രണ്ടുപേരും ഇവിടെ ഇരുന്നിട്ട് ആദ്യം തന്നെ എന്ത് കാണുകയായിരുന്നു, ടോം ആൻഡ് ജെറി കണ്ടുകൊണ്ടിരിക്കുകയാണ്. തോ തൂ ചാനൽ ക്യോം ബദൽ രഹാ ഹേ, അപ്പം നീ എന്തിനാണ് ചാനൽ മാറ്റുന്നത്. शुभम, इसलिए कि तुम लोगों को कभी कभी यह भी जान लेना चाहिए कि बाकी दुनिया में क्या क्या हो रहा है അല്ലേ. इसलिए कि ഇതിനു വേണ്ടിയാണ് തും ലോഗോं को कभी कभी जान लेना चाहिए कि ബാക്കി ദുനിയ മേ ക്യാ ക്യാ ഹോ രഹേ ഹേ. അതായത് നിങ്ങൾ ഇടയ്ക്ക് ഒക്കെ ഇതും അറിയണം, ഈ ലോകത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയണം. अंकित, उन सबके लिए तो तू तो है न मेरे भाई, तू अखबार पढ़कर हमें बता दिया कर. അപ്പോൾ അങ്കിത് പറയാണ് ഇൻ സബ്കെ ലിയേ തൂ തോ ഹേ ന മേരെ ഭായി. ഇതിനൊക്കെ ആരുണ്ട്, നിങ്ങളില്ലേ അല്ലേ, നീയില്ലേ, എൻ്റെ സഹോദരനായ നീയില്ലേ. തൂ അഖ്ബാർ പഠ്കർ ഹമേ ബത്താ ദിയാ കർ, നീ എന്ത് ചെയ്യണം, പത്രം വായിച്ചിട്ട് ഞങ്ങളെ അത് കേൾപ്പിക്കണം. ശിവാനി, हाँ, और अब अच्छे बच्चे की तरह टॉम एंड जेरी लगा दे या रिमोट हमें पकड़ा कर बाहर का रास्ता नाप. ഇപ്പം നീ എന്ത് ചെയ്യണം, നല്ല കുട്ടിയെ പോലെ അച്ഛേ ബച്ചേക്ക് തരഹ നല്ല കുട്ടിയെ പോലെ അല്ലേ, ടോം ആൻഡ് ജെറി ലഗാക്കർ, ടോം ആൻഡ് ജെറി വെച്ചിട്ട് എന്ത് ചെയ്യണം, റിമോട്ട് ഹമേ പക്കടാക്കർ, റിമോട്ട് ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് അവർ ബാഹർ കാ രാസ്ത നാപ്പ്, പുറത്തേക്കുള്ള വഴിയിലേക്ക് പോകണം.
शुभम कभी कभी ന്യൂസ് या ഡിസ്കവറി या दूसरे चैनल भी देखते रहना चाहिए. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് ന്യൂസും അതേപോലെ ഡിസ്കവറിയും മറ്റ് ചാനലുകളും ഒക്കെ എന്ത് ചെയ്യണം? കാണണം. എപ്പോഴും എന്താണ്? ടോം ആൻഡ് ജെറി കാർട്ടൂൺ കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരാ. अंकित दूसरे चैनल माई फूड लिखाई पढ़ाई के धक्के मेरे दिमाग को टॉम एंड जेरी या कार्टून चैनल के अलावा दूसरा कुछ चाहिए ही नहीं. दूसरे चैनल माई फूड എൻ്റെ ദൈവമേ മറ്റ് ചാനലോ? അല്ല ലിഖായി പഠായിക്ക് ധക്കെ മേരെ ദിമാഗോ ദിമാഗ് എന്താണ്? ബ്രെയിൻ. അതായത് പഠായി ലിഖായി കൊണ്ട് അല്ലെ പഠിത്തവും വായനയുമായിട്ടേ അല്ലെ ധക്കെ മേരെ ദിമാഗോ ക്ഷീണിച്ച എൻ്റെ ദിമാഗ് തലച്ചോറിനെ അല്ലേ എന്താ വേണ്ടത്? ടോം ആൻഡ് ജെറി ആ കാർട്ടൂൺ ചാനൽക്ക് അലാവ ടോം ആൻഡ് ജെറി അല്ലെങ്കിൽ കാർട്ടൂൺ ചാനൽ അല്ലാതെ ദൂസറ കുച്ച് ചാഹിയേ നഹി മറ്റൊന്നും എന്താണ്? വേണ്ടേ വേണ്ട. ശുഭം यानी कि तुम्हें उस खुराक की ज़रूरत है जो पापा ने कल मम्मी को पिलाई थी. यानी कि അങ്ങനെയാണെങ്കിലേ തുമേ ഉസ് ഖുറാക്ക് കി സരൂരത്ത് ഹേ നിനക്ക് ആ ഒരു മരുന്നിൻ്റെ ആവശ്യമുണ്ട്. ഏത് മരുന്നാണ്? ജോ പാപ്പാനെ കൽ മമ്മി കോ പിലായി ഥി. ഏതൊരു മരുന്നാണ്? ഇന്നലെ പപ്പ മമ്മിയെ കുടിപ്പിച്ചത്. ആ മരുന്ന് നിങ്ങൾക്കും ആവശ്യമുണ്ട്. ഖുറാക്ക് പിലാനെ സേ ക്യാ താത്പര്യ ഹേ? अंकित और शिवानी आश्चर्य से एक साथ मम्मी को खुराक. अंकित और शिवानी दोनों एक साथ पूछते हैं. ആശ്ചര്യ से पूछते हैं. അങ്കിത് ശിവാനി രണ്ടുപേരും ഒരുമിച്ച് ആശ്ചര്യത്തോടെ ചോദിക്കുകയാണ് മമ്മിക്ക് ഖുറാക്ക് അല്ലേ മമ്മിക്ക് മരുന്നോ? ശുഭം ഹാം. ശിവാനി ഖുൽക്കർ ബത്താന. അല്ല ഖുൽക്കർ ബത്താന എന്താണ്? അതായത് ശരിയായിട്ടില്ല ക്ലിയർ ആയിട്ട് പറയോ? ശുഭം ഖുൽക്കർ ലോ സുനോ. ഖുൽക്കർ അല്ല എന്താണ് കാര്യമെന്ന് തുറന്ന് പറയാനോ? ലോ സുനോ അങ്ങനെയാണെങ്കിൽ കേട്ടോളൂ. प्रकाश व्यवस्था के माध्यम से दृश्य बदलता है. सोफे पर बैठी मम्मी कोई टीवी सीरियल देखने में मस्त है और बीच बीच में कभी गुस्से के तो कभी प्रसन्नता के भाव दिखाती है जिसे पता चलता है कि वो सीरियल को विभोर होकर देख रही है. ये सारा दृश्य मौनपूर्वक चल रहा है. അപ്പോൾ അഗല ദൃശ്യം हमारे सामने आता है. അപ്പോഴാണ് അടുത്ത ദൃശ്യം നമ്മളുടെ മുമ്പിലേക്ക് വരുന്നത്. അപ്പോൾ പ്രകാശ് വ്യവസ്ഥയ്ക്ക് മാധ്യം സെ ദൃശ്യ ബദൽത്താ ഹെ. അതായത് പ്രകാശ വ്യവസ്ഥയുടെ അതായത് പ്രകാശ സജ്ജീകരണങ്ങളോടെ തന്നെ എന്ത് ചെയ്യാണ്? ദൃശ്യം അവിടെ മാറുകയാണ്. നമ്മളെ ഏകാംഗി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകാംഗിയിലുള്ള ദൃശ്യം അല്ലെ പ്രകാശ സംവിധാനത്തോടു കൂടി തന്നെ ആ ദൃശ്യത്തിലൊരു മാറ്റം വരികയാണ്. സോഫേ പർ ബൈട്ടി മമ്മി കോയി ടി വി സീരിയൽ ദേഖ്നെ മേ മസ്ത് ഹേ. ഇപ്പോഴും നമ്മൾ കാണുന്നത് എന്താണ്? മമ്മി സോഫയിലിരുന്നിട്ട് ഏതോ ടി വി സീരിയൽ കാണുന്നതിൽ മുഴുകിയിരിക്കുകയാണ്. മസ്ത് എന്താണ്? മുഴുകുക. और बीच बीच में कभी गुस्से के तो कभी प्रसन्नता के भाव दिखाती है. അപ്പോൾ ടി വി സീരിയൽ കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് കബി ഗുസ്സയ്ക്ക് ഭാവ് മുഹമ്മേ ദിഖായി ദേത്താ ഹേ. ഇടയ്ക്ക് നമ്മൾ കാണുമ്പോഴെന്താണ്? ദേഷ്യഭാവമാണ് മുഖത്ത് കാണുന്നത്. തോ കബി പ്രസന്നതാക്കെ ഭാവ് ചിലപ്പോഴെന്താണ്? സന്തോഷഭാവമാണ്. ജിസെ പതാ ചലത്താ ഹേ കി വഹ് സീരിയൽ കോ വിഭോർ ഹോക്കർ ദേഖ് രഹേ ഹേ. അപ്പോൾ ഇത് കാണുമ്പോഴും നമുക്കറിയാം അവരെന്താണ്? സീരിയലിൽ മുഴുകിക്കൊണ്ട് അതങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാരാ ദൃശ്യം മൗൻപൂർവക് ചൽ രഹാ ഹേ. അപ്പോൾ ഈ സമയത്തൊന്നും എന്താണ്? സ്റ്റേജിൽ അല്ലെ നമ്മളൊന്നും എന്ത് കാണുന്നില്ല? ഒരു സംഭാഷണങ്ങളൊന്നും തന്നെ കേൾക്കുന്നില്ല. എല്ലാ ദൃശ്യവും എന്താണ്? മൗനത്തോടു കൂടിയാണ് നമ്മൾ കാണുന്നത്. ഹിന്ദി സമാചാർ പത്ര के रूप में लड़का एक बोलता हुआ मंच पर और एक ओर से दूसरी ओर गुजर आता है. ഹിന്ദി സമാചാർ പത്ര ഏക് കെ രൂപ മേ ലഡ്ക ഏക്. ഇതിലുള്ള ഒന്നാമത്തെ കഥാപാത്രമായ ലഡ്ക ഏക് ഹിന്ദി സമാചാർ പത്രത്തിൻ്റെ രൂപത്തിൽ ബോൽത്താ ഹുവ മഞ്ച് പർ ഏക് ഓർ സെ ദൂസരി ഓർ ഗുസർത്താ ഹേ. അതായത് സ്റ്റേജിലൂടെ ഒരു വശത്ത് നിന്ന് മറ്റൊരു വശത്തേക്ക് പോവുകയാണ്. ഹിന്ദി സമാചാർ പത്രം വായിക്കുന്നത് പോലെ. ഹിന്ദി സമാചാർ പത്ര ഏക് കെ രൂപ മേ ലഡ്ക ദോ അല്ലെ ബോൽത്താ ഹുവ മഞ്ച് പർ ഏക് ഓർ സെ ദൂസരി ഓർ ഗുസർ ജാത്താ ഹേ ലഡ്ക ഏക്. അപ്പോൾ ആൺകുട്ടി എന്ത് ചെയ്യാണ്? സമാചാർ പത്രം വായിക്കുകയാണ്. जापान में ज़बरदस्त भूकंप, हज़ारों लोगों की मौत, करोड़ों की संपत्ति का नुकसान. अंग्रेजी समाचार पत्र के रूप में लड़का दो बोलता हुआ मंच पर दूसरी ओर से पहली ओर से गुजर आता है. लड़का दो. Massive earthquake hit Japan. About 400 people are dead and
500 മിസ്സിംഗ്, ഹെവി ലോസ് ഓഫ് നാഷണൽ പ്രോപ്പർട്ടി. അപ്പോൾ ലഡ്ക ഏക് അല്ലെ, സമാചാർ പത്ര ഇങ്ങനെ വായിക്കുകയാണ്. ജാപ്പാൻ മേ ജബർദസ്ത് ഭൂകമ്പ് അല്ലെ, ജാപ്പാനിൽ എന്തുണ്ടായിട്ടുണ്ട്? ഭൂകമ്പം ഉണ്ടായി. ഹസാറോ ലോഗോं की मौत, ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു. കരോടോं की संपत्ति का नुकसान അല്ലെ, കോടിക്കണക്കിന് ആളുകളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു. അംഗ്രേസി സമാചാർ പത്ര കെ രൂപ में लड़का दो. ഇപ്പോൾ ഇംഗ്ലീഷ് സമാചാർ പത്രം വായിച്ചുകൊണ്ട്, ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ട് ലഡ്ക ദോ എന്ത് ചെയ്യാണ്? ബോൽത്താ ഹുവ മഞ്ച് പർ ദൂസരി ഓർ സെ പഹലി കി ഓർ ഗുസർ ജാത്താ ഹെ. മറ്റൊരു ഭാഗത്ത് നിന്ന്, ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് കടന്നു പോവുകയാണ് ലഡ്ക ദോ. എന്താണ് ലഡ്ക ദോ? വായിക്കുന്ന ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൽ മാസീവ് എർത്ത് ക്വേക്ക് ഹിറ്റ് ജാപ്പാൻ. ജാപ്പാനിലെ എന്താണ്? അതിശക്തമായ ഭൂകമ്പം. അബൌട്ട് 400 പീപ്പിൾ ആർ ഡെഡ് ആൻഡ് 500 മിസ്സിംഗ് അല്ലെ, ഏകദേശം എന്താണ്? 400 പേരെ മരിച്ചു, അതേപോലെ തന്നെ 500 ആളുകളെ കാണാതായി. ഹെവി ലോസ് ഓഫ് നാഷണൽ പ്രോപ്പർട്ടി, നാഷണൽ പ്രോപ്പർട്ടിയുടെ ഭയങ്കരമായ നഷ്ടം ഉണ്ടായിരിക്കുന്നു. ഇതാണ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിലുള്ള ന്യൂസ്. हिंदी समाचार पत्र दो के रूप में लड़की एक बोलती हुई मंच के निचले सिरे से ऊपर सिरे की ओर गुजर आती है. അടുത്തതായിട്ട് ഹിന്ദി സമാചാർ പത്ര വായിച്ചുകൊണ്ട് വരികയാണ്. ലഡ്കി ദോ ആണ്. ബോൽത്തി ഹുയി മഞ്ച് പർ നിച്ചലെ സിരെ സെ ഉപരി സിരെ കി ഓർ ആത്താ ഹെ. അതായത് സ്റ്റേജിൻ്റെ ഒരു ഭാഗത്ത് നിന്ന്, താഴെ നിന്ന് മുകളിലേക്ക് പോവുകയാണ് അവിടെ. ലഡ്കി ഏക് ആജ് സുബഹ് लगभग 5 बजे जापान का टोक्यो शहर जबरदस्त भूकंप के कारण तबाह हो गया है. कितनी ही इमारतें ज़मीन में धंस गई हैं, हज़ारों लोग मलबे के नीचे दबे पड़े हैं. इसी बीच पापा का मंच पर प्रवेश. कोने में रखे टेलीविज़न के सामने रखी मेज़ पर से रिमोट उठाकर चैनल बदलने लगते हैं. लड़की एक आज सुबह लगभग 5 बजे जापान का टोक्यो शहर जबरदस्त भूकंप के कारण तबाह हो गया है. आज सुबह ഇന്ന് രാവിലെ ഏകദേശം 5 മണിയോടുകൂടി ജാപ്പാൻ കാ ടോക്കിയോ ഷഹർ മേ ജബർദസ്ത് ഭൂകമ്പ് കെ കാരണം തബാഹ് ഹോ ഗയാ ഹെ. ജാപ്പാനിലെ ടോക്കിയോ ഷഹർ അതിശക്തമായ ഭൂകമ്പത്തിൽ നശിച്ചുപോയി. കിതനി ഹി ഇമാരത്തെ സമീൻ മേ ധംസ് ഗയി ഹെ. എത്രയോ കെട്ടിടങ്ങളെ ഭൂമിയിൽ നിലംപതിച്ചു. ഹസാറ ലോഗ് മൽബേ കെ നീച്ചെ ദബേ പടേ ഹെ. ഹസാറോ ലോഗ് അല്ലേ, ആയിരക്കണക്കിന് ആളുകളെ മൽബേ കെ നീച്ചെ, മൽബ എന്താണ്? കെട്ടിടാവശിഷ്ടങ്ങൾ, അതായത് തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾ ഇടയിൽപ്പെട്ടിട്ട് ദബേ പടേ ഹെ, അതിനിടയിൽ പെട്ടുപോയി. ഇസി ബീച്ച് പാപ്പാക്ക മഞ്ച് പർ പ്രവേശ്. അപ്പോൾ നമ്മൾ ആ ഒരു ദൃശ്യത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്? ഒരാൺകുട്ടി, ഒരു പെൺകുട്ടി, ഇവരൊക്കെ എന്ത് ചെയ്യാണ്? ഇങ്ങനെ സമാചാർ പത്രം അല്ലേ, ഒരാൾ ഇംഗ്ലീഷ് സമാചാർ പത്രം, ഒരാൾ ഹിന്ദി സമാചാർ പത്രം, ഇതൊക്കെ വായിച്ചുകൊണ്ട് എന്താണ്? സ്റ്റേജിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. ഇസി ബീച്ച് പാപ്പാക്ക മഞ്ച് പർ പ്രവേശ്. ഇതിനിടയിലാണ് പാപ്പ മഞ്ച്, സ്റ്റേജിലേക്ക് പ്രവേശിക്കുന്നത്. कोने में रखे टेलीविज़न के सामने रखी मेज़ पर से रिमोट उड़ाकर चैनल बदलने लगते हैं. അങ്ങനെ ഒരു കോണിലിരിക്കുന്ന മേശയിൽ നിന്ന് എന്താണ്? റിമോട്ട് എടുത്തിട്ട് ചാനൽ മാറ്റാൻ നോക്കുകയാണ്. മമ്മി ഹക് ബകാക്കർ ഗുസ്സമേ അരേ അരേ യേ ക്യാ കർ രഹേ ഹേ അല്ലേ. അപ്പോഴാണ് മമ്മി ദേഷ്യത്തിൽ പറയാണ് അല്ലേ, അരേ അരേ എന്താ എന്താ അല്ലേ, യേ ക്യാ കർ രഹേ ഹേ, എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പാപ്പ ന്യൂസ് ചാനൽ പർ ലഗാ രഹാ ഹും. എന്താ ചെയ്യുന്നത്? ന്യൂസ് ചാനൽ വെക്കുകയാണ്. മമ്മി ഹേ ഭഗവാൻ മനോരഞ്ജൻ ചാനലോ സെ ഇതനി ചിട്ട് ക്യോ ഹേ ആപ്കോ അല്ലേ. അപ്പം അമ്മ പറയാണ്, ഏ ഈശ്വര, എന്തൊരു ദേഷ്യമാണ് ഇവർക്ക് ഈ മനോരഞ്ജൻ അല്ലെ, നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ചാനലിനോടുള്ള എന്തൊരു ദേഷ്യമാണിതെന്ന് മമ്മി ഇങ്ങനെ പറയാണ്. പാപ്പ റിമോട്ട് സെ ചാനൽ ബദൽത്തെ ഹുए निठल्ला नकारा और बुद्धिहीन बना डालने वाले चैनलों को मनोरंजन चैनल समझना पता नहीं कब छोड़ेगी तुम അല്ലേ. റിമോട്ട് ചാനൽ ബദൽത്തെ ഹുए. അപ്പോൾ പപ്പ ഇതൊന്നും ശ്രദ്ധിക്കാതെ റിമോട്ട് കൊണ്ട് ചാനൽ മാറ്റിക്കൊണ്ട് പറയാണ്. നിഠല്ല നക്കാര ബുദ്ധിഹീന ബനാ ഡാൽനെ വാലെ ചാനലോं को മനോരഞ്ജൻ ചാനൽ സമസ്ന പത്താ നഹി കബ് ചോടേഗി തീ തും അല്ലേ. നീ എന്താണ് കരുതിയിരിക്കുന്നത് അല്ലേ, മനുഷ്യരെ വിഡ്ഢികളും അല്ലേ മടിയന്മാരും
അലസന്മാരുമൊക്കെ ആക്കി മാറ്റുന്ന ഈ ഒരു മനോരഞ്ജൻ കാര്യക്രം ദിഖാനെ വാലെ അല്ലേ, അതായത് മനസ്സിനെ ആസ്വദിക്കാനുള്ള അല്ല എൻ്റർടൈൻമെൻറ്റ് കാര്യക്രം കാണിക്കുന്ന ഈ ഒരു ചാനലിനെ നീ എന്തായിട്ടാണ് കരുതിയിരിക്കുന്നത് അല്ലേ, നല്ല ചാനലായിട്ടേ കരുതിയിരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. മമ്മി 50 बन पर लगाओ, न्यूज़ चैनल 50 के बाद ही है सारे, नाश कर दिया सारे सीरियल का. അപ്പോൾ മമ്മി 50 बन पर लगाओ, അങ്ങനെയാണെങ്കിൽ 50ക്ക് ശേഷം എന്താണ് വെച്ചോളൂ, ന്യൂസ് ചാനൽ 50 ബാദ് ഹി ഹെ സാരെ, എല്ലാ ന്യൂസ് ചാനലും 50 ശേഷമാണ്. നാശ് കർ ദിയ സാരെ സീരിയൽ കാ, എല്ലാ സീരിയലും എന്ത് ചെയ്തു, നശിപ്പിച്ചു. പാപ്പ ന്യൂസ് ചാനൽ पर पहुंच जाते हैं, അപ്പോഴേക്കും പാപ്പ എവിടെ എത്തിയിരുന്നു, ന്യൂസ് ചാനലിൽ എത്തിയിരുന്നു. समाचार वाजिका, पूरे टोक्यो शहर में बिजली की सप्लाई ठप पड़ गई है और टावर्स टूट गए हैं, जिसके कारण शहर का संपर्क बाकी जगहों से खत्म हो गया है. इस भूकंप की तीव्रता रिक्टर पैमाने पर 7.1 मापी गई. जापान में पिछले माह भी भूकंप आया था. ഇപ്പോൾ സമാചാർ വാചിക, അപ്പോൾ നമ്മൾ ന്യൂസ് വായിക്കുന്നതായിട്ടാണ് ടി വിയിൽ കാണുന്നത്. പൂരെ ടോക്കിയോ ഷഹർമേ ബിജ്ലിക്ക് സപ്ലൈ ടപ്പ് പട് ഗയി ഹെ, അതായത് മുഴുവൻ ടോക്കിയോ നഗരത്തിലും വൈദ്യുത പ്രവാഹം നിലച്ചിരിക്കുകയാണ്. ആ ടവേഴ്സ് ടൂട്ട് ഗയി ഹെ, അല്ല ടവറൊക്കെ എന്തായിട്ടുണ്ട്, പൊട്ടിപ്പോയിട്ടുണ്ട്. ജിസ്കെ കാരണം ഷഹർ കാ സമ്പർക്ക് ബാക്കി ജഗഹോ സെ ഖത്മ ഹോ ഗയാ ഹെ, ഇത് കാരണം എന്താണ്, മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഈ സ്ഥലത്തുള്ള എല്ലാ സമ്പർക്കങ്ങളും എന്താണ്, നിലച്ചിരിക്കുകയാണ്. ഇസ് ഭൂകമ്പ് കി തീവ്രത റിക്ടർ പൈമാനെ പർ, അല്ലെ ഈ ഭൂകമ്പത്തിൻ്റെ തീവ്രത റിക്ടർ സ്കെയിലിൽ എത്രയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, 7.1 ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജാപ്പാൻ മേ പിछले माह भी भूकंप आया था, കഴിഞ്ഞ മാസവും ജാപ്പാനിലെ ഭൂകമ്പം ഉണ്ടായിരുന്നു. പാപ്പ മമ്മി സെ സുൻ രഹേ ഹോ, ഇത് കേട്ടിട്ട് പാപ്പ മമ്മിയോട് ചോദിക്കുകയാണ്, അല്ലെ സുൻ രഹേ ഹോ, കേൾക്കുന്നുണ്ടോ. മമ്മി ये कब हुआ, अरे मम्मी आश्चर्य से पूछती है, यह कब हुआ, ഇത് എപ്പോഴാണ് ഉണ്ടായത്. पापा घर में 3 अखबार आते हैं, 2 हिंदी के और 1 अंग्रेजी का. तीनों चीख कर सुबह से यह समाचार सुना रहे हैं, लेकिन आप है कि मम्मी चीख कर सुना रहे हैं, मुझे तो एक शब्द भी सुनाई नहीं दिया. पापा सुबह से शाम तक मनोरंजन में डूबे रहने वाले लोगों को दर्द में डूबे लोगों की चीखें सुनाई नहीं देती रमा जी. मम्मी कैसी बातें करते हैं. पापा ठीक कह रहा हूँ, हाथ से इशारा करके इतने मोटे मोटे अक्षरों में हेड न्यूज़ छपी है, सभी अखबारों में आंख उठाकर कभी देखती हो अखबार की ओर. मम्मी घर के काम काज से फुर्सत मिले तभी तो कोई अखबार देखे पड़े. पापा ठीक कहती हो, उल्टे सीधे सीरियल्स तो तुम जैसे घर के काम करते करते दिखती रहती हो. मम्मी बस काम काज में चाहे जितना घटे, मनोरंजन के आसपास न फटक जाए घर की औरत. मम्मी आश्चर्य से ये न्यूज़ सुनकर इस प्रकार पूछती है, यह कब हुआ, അല്ലെ ഇത് എപ്പോഴാണ് സംഭവിച്ചത്. പാപ്പ घर में 3 अखबार आते हैं, വീട്ടിൽ 3 പത്രങ്ങൾ വരുന്നുണ്ട്. 2 हिंदी के और 1 अंग्रेजी का, അല്ലെ 2 ഹിന്ദി പത്രങ്ങളുണ്ട്, അതിലൊന്ന് എന്താണ്, ഇംഗ്ലീഷ് പത്രമാണ്, അല്ലെ ഒരു ഇംഗ്ലീഷ് പത്രമുണ്ട്. तीनों ചീഖ് കർ സുബഹ സേ യഹ് സമാചാർ സുനാ രഹേ ഹേ, അല്ലെ 3 പേരും എന്താണ്, ഉറക്കെ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ട് ഈ വാർത്ത വായിക്കുകയാണ്. ലേക്കിൻ ആപ് ഹേ കി, എന്നാൽ നീ എന്താണ് ഇതൊന്നും കേൾക്കുന്നേ ഇല്ല എന്ന് പറയണം. മമ്മി ചീഖ് കർ സുനാ രഹേ ഹേ, അല്ലെ അലറി വിളിച്ച് കേൾപ്പിക്കുന്നു, അല്ലേ. മുझे तो एक शब्द भी सुनाई नहीं दिया, ഞാൻ അതിൻ്റെ ഒരു ശബ്ദം പോലും എന്താണ് കേട്ടിട്ടില്ല. പാപ്പ सुबह से शाम तक मनोरंजन में डूबे रहने वाले लोगों को दर्द में डूबे लोगों की चीखें सुनाई नहीं देती रमा जी. അല്ലേ പാപ്പ പറയാണ്, അല്ലേ സുബഹ് സേ ശാം തക് മനോരഞ്ജൻ മേ ഡൂബേ രഹ്നെ വാലെ ലോഗോं को, അല്ലേ രാവിലെ മുതൽ വൈകുന്നേരം വരെ, അല്ലേ അതായത് മനോരഞ്ജൻ കാര്യക്രമേ, അല്ലെ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളിലെ പരിപാടികളിൽ മുഴുകിയിരിക്കുന്ന ആളുകൾക്ക്, അല്ലേ എന്താണ്, ദർദ് മേ ഡൂബേ ലോഗോं की चीखें सुनाई नहीं देती, അതായത് വേദനയിൽ മുഴുകിയിരിക്കുന്ന ആളുകളുടെ നിലവിളി കേൾക്കാൻ കഴിയില്ല രമാജി എന്ന് പറയണം. മമ്മി കൈസി ബാത്തേം കർത്തേ ഹേ, നിങ്ങൾ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാപ്പ
ठीक कह रहा हूँ, ഞാൻ പറയുന്നത് എന്താണ്, ശരിയാണ്. ഹാത്ത് സേ ഇഷാര കർക്കെ, കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് പറയാണ്. ഇത്തനെ മോട്ടെ മോട്ടെ അക്ഷരമേ ഹെഡ് ന്യൂസ് ചപ്പി ഹെ സബി അക്ബാരോമേ, അല്ലെ എത്ര വലിയ അല്ലെ മോട്ടെ അക്ഷരമേ, അല്ലെ വലിയ അക്ഷരത്തിലാണ് എല്ലാ സമാചാര പത്രങ്ങളിലും ഹെഡ് ന്യൂസ് ആയിട്ട് ഇത് അച്ചടിച്ച് വന്നിരിക്കുന്നതെന്ന് നോക്കൂ. ആങ്ക് ഉഠാക്കർ കബി ദേഖ്തി ഹോ അക്ബർ കി ഓർ, അല്ലെ കണ്ണ് തുറന്നിട്ട് ഒരിക്കലെങ്കിലും നോക്കൂ, അല്ലെ എപ്പോഴെങ്കിലും നോക്കൂ എന്ത് പത്രത്തിലേക്ക്. मम्मी घर के काम काज से फुर्सत मिले तभी तो कोई अखबार देखे पढ़े. അപ്പം മമ്മി ആകെ പരിഭവിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലെ വീട്ടിലെ ജോലി തിരക്ക് കഴിഞ്ഞിട്ട് ഒഴിഞ്ഞിട്ട് വേണ്ടേ പത്രങ്ങളൊക്കെ നോക്കാൻ, പത്രം നോക്കാനും വായിക്കാനും. പാപ്പ ठीक कहती हो, उल्टे सीधे सीरियल्स तो तुम घर के काम काज करते करते देखती रहती हो. ഓ ശരിയാ അല്ലേ, ഉൾട്ടെ സീധെ അല്ലെ തലതിരിഞ്ഞ സീരിയലുകൾ അല്ലേ നീ എന്ത് ചെയ്യാണ്, വീട്ടിലെ ജോലി ചെയ്തുകൊണ്ട് തന്നെ അത് കാണാനുള്ള സമയം നീ കണ്ടെത്തുന്നുണ്ട്. മമ്മി ബസ് കാംകാജ് മേ ചാഹെ ജിത്തന ഖട്ടെ മനോരഞ്ജൻ കെ ആസ്പാസ് ന ഫട്ടക് ജായേ ഘർ കി ഔറത്ത്. അപ്പോൾ വീട്ടിലുള്ള സ്ത്രീകളെ അല്ലെ ജോലി ചെയ്ത് ക്ഷീണിച്ച് കഴിഞ്ഞാലേ അല്ലെ എപ്പോഴെങ്കിലും ഒന്ന് ആ ഒരു എൻ്റർടൈൻമെൻറ്റ് കാര്യക്രമം കാണാനായിട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവുക എന്ന് പറയാം. പാപ്പ രമ രമ തും മേരി ബാത് കോ ഗലത് സമझ रही हो. मेरे कहने का मतलब है कि न तो घर के कामकाज में और न ही अपने मनोरंजन में हमें इस कदर डूब जाना चाहिए कि हम अपने आसपास के लोगों के दुख दर्द देख ही न पाए. പാപ്പ രമ രമ അല്ലേ രമ രമ തും മേരി ബാത് കോ ഗലത് സമझ रही हो. നീ ഞാൻ പറയുന്ന കാര്യം എന്താണ്, തെറ്റായി ധരിച്ചിരിക്കുകയാണ്. मेरे कहने का मतलब है कि न तो घर के कामकाज में और न ही अपने मनोरंजन में हमें इस कदर डूब जाना चाहिए कि हम अपने आसपास के लोगों के दुख दर्द देख ही न पाए. അപ്പോൾ വീട്ടിൽ നമുക്ക് മനോരഞ്ജന കാര്യക്രമം കാണാം, എന്നാൽ നമ്മുടെ അടുത്ത് നടക്കുന്ന ദുഃഖകരമായ സംഭവങ്ങൾ നമ്മൾ അറിയാതെ പോകരുത്, അല്ലേ അത് കാണാതെ പോകരുതെന്ന് പറയാണ്. മമ്മി ഐ ആം സോറി. മമ്മി ഇപ്പോഴാണ് അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കുന്നതിന് പറയാണ് ഐ ആം സോറി. പാപ്പ जापान में आज सुबह सैकड़ों लोग मौत के मुँह में समा गए. सैकड़ों लोग लापता है, जान और माल दोनों का नुकसान हुआ है. माना कि जापान एक दूसरा देश है, लेकिन है तो सब मनुष्य ही. പാപ്പ പറയണേ ജാപ്പാൻ में आज सुबह सैकड़ों लोग मौत के मुँह में समा गए. അല്ലെ ജാപ്പാനിൽ നിന്ന് നൂറുകണക്കിന് ആളുകളെ മരണത്തിൻ്റെ വായിലകപ്പെട്ടു. അല്ലെ സൈക്കഡോം ലോഗ് ലാപ്ത ഹേ ജാൻ അവർ മാൽ ദോനോ കാ നുക്സാൻ ഹുവാ ഹേ. അല്ലെ ധാരാളം ആളുകൾക്ക് എന്താണ് കേടുപാടുകൾ അല്ലെ മുറിവുകളും അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അല്ല ജാൻ അവർ മാൽ ദോനോ കാ നുക്സാൻ ഹുവാ ഹേ. അല്ലെ അതായത് പ്രോപ്പർട്ടിക്കും അതേപോലെ തന്നെ ജീവനും ഒക്കെ എന്താണ് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. മാനാക്കി ജാപ്പാൻ എക് ദൂസറ ദേശ് ഹെ ലേക്കിൻ തോ സബ് മനുഷ്യ ഹി ഹെ. എന്താണ് വാസ്തവത്തിൽ ജാപ്പാൻ എന്ന് പറയുന്നത് നമ്മുടെ ദേശമല്ല മറ്റൊരു ദേശമാണ്, എന്നാലും അവിടെ താമസിക്കുന്നത് ആര് തന്നെയാണ്, മനുഷ്യർ തന്നെയാണ്. മമ്മി ടീക്ക് ആത്തെ ഹോ മുझे अपने मनोरंजन तक ही कभी भी सीमित नहीं रहना चाहिए था. അപ്പോഴാണ് അമ്മ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്. എന്നിട്ട് അമ്മ പറയാണ് ടീക്ക് ആത്തെ ഹോ, നിങ്ങൾ പറയുന്നത് എന്താണ്, ശരി തന്നെയാണ്. അല്ലെ മുझे अपने मनोरंजन तक ही कभी भी सीमित नहीं रहना चाहिए थे. അല്ലെ എനിക്കൊരിക്കലും എന്താണ്, ഞാനൊരിക്കലും ആ ഒരു എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളിൽ മാത്രം മുഴുകാൻ പാടില്ലായിരുന്നു. പാപ്പ സിർഫ് തുമേ നഹി ദർശകോं की ओर इशारा करके हम सभी को. അല്ലേ അപ്പോൾ സിർഫ് തുമേ നഹി അല്ലേ അച്ഛൻ പാപ്പ പറയുകയാണ് തികച്ചും നീ മാത്രമല്ല, അല്ലെ ദർശകോं की ओर इशारा करते അല്ലെ കാണികളെ ഇഷാര കർത്തെ ആംഗ്യത്തിലൂടെ കാണിച്ചുകൊണ്ട് പറയുകയാണ് ഹം സഭി കോ അല്ലെ നമ്മളെല്ലാവരും എന്ത് ചെയ്യണം, മനോരഞ്ജൻ കെ കാര്യക്രമം കെ സാथ साथ ന്യൂസ് ചാനൽ ആദി ഭി ദേഖ്നാ ചാഹിയെ. അപ്പോൾ വളരെ സുന്ദരമായൊരു ഏകാംഗിയാണിത്. നമ്മുടെ വീടുകളിലൊക്കെ സംഭവിക്കുന്ന ഒരു സാധാരണ സംഭവമാണ് ഇതിൽ ഈ ഒരു ബൽറാം അഗ്രവാൾ തൻ്റെ ഏകാംഗിയുടെ പ്രമേയമായിട്ട് എടുത്തിരിക്കുന്നത്. പ്രിയൊരു ഏകാംഗി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. ധന്യവാദം.